അമ്മ പറഞ്ഞത് നേരാണ് കേട്ടോ. എനിക്കിപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എല്ലാ മക്കളും അങ്ങനെയാണ് മോളെ. ആദ്യം അമ്മനെയൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, പിന്നീട് അത് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ വിരുന്നിന് വിളിച്ചിരുന്ന അമ്മനോട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും സത്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. മോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മോളുടെ ജീവിതം തകർക്കാൻ ഒരു അമ്മയും ആഗ്രഹിക്കൂല. മോക്ക് നല്ലതിന് വേണ്ടി തന്നെയാ അമ്മ വീട് മാറി താമസിക്കാൻ പറഞ്ഞത്. അതിപ്പോ എനിക്ക് മനസ്സിലാവണ്ടമ്മേ. എന്നിട്ട് നീ മരുമോനോട് അത് പറഞ്ഞാ? ഞാനൊന്ന് സൂചിപ്പിച്ചു, പക്ഷെ ചേട്ടനൊന്നും പറഞ്ഞില്ല. നീ നല്ല സ്നേഹത്തോടെ പറഞ്ഞാൽ മതി, അവനത് മനസ്സിലാകും. ആ, വേണമെങ്കിൽ ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. അയ്യോ വേണ്ടമ്മേ, അമ്മ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ തന്നെ പതിയെ പറഞ്ഞോളാം. ഇന്നലെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ചേട്ടൻ കേട്ടിരിക്കല്ലാതെ ഒന്നും പറഞ്ഞില്ല. എടി മോളെ, ഇടക്കിടക്ക് നീ അവനോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നാ മതി. അപ്പൊ അവന് തന്നെ തോന്നും ഇത് ശരിയാണല്ലോ ശരിയാണല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞല്ലേ നിന്റെ അച്ഛനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങോട്ട്. ഇന്നലെ അവരുടെ വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചിമാർക്ക് ഇവിടെ നിന്ന് വീട്ടു സാധനങ്ങൾ എല്ലാ മാസവും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന്. അത് മേടിക്കാൻ പൈസ തികയാതെ വരുമ്പോൾ ചേട്ടൻ കടം മേടിക്കാറുണ്ടെന്ന്. എന്നിട്ട് കടം മേടിച്ച പൈസ അത് കഴിഞ്ഞ് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കും. പിന്നെ മാസാവസാനം പിന്നെയും ഇതേപോലെ കടം മേടിക്കൂന്ന്. നിന്റെ അമ്മായിയമ്മ തള്ള കൊള്ളാലോടി. ആ ചെക്കനെ ഊറ്റി കൊല്ലുവോ? ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആകുന്നുള്ളൂ. ഈ കഴിഞ്ഞ 6 മാസവും പെങ്ങന്മാർക്ക് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ ഞാനും കൂടി പോവാറുണ്ട്. പക്ഷെ അത് ഇവിടെ പറമ്പിലുണ്ടായ സാധനങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കടയിൽ നിന്ന് മേടിച്ചെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നിന്റെ നാത്തൂമാരും കൊള്ളാം. ഇവിടുന്ന് സാധനങ്ങൾ അട്ടിപ്പേറായിട്ട് കൊണ്ടുചെന്നാൽ മാത്രമേ അവർ കറി വെക്കുള്ള. ഇനി ഈ മാസം മുതൽക്കേ കൊണ്ടു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ. ആ, അങ്ങനെയാണ് വേണ്ടത്. നാത്തൂമാർക്ക് എല്ലാ ദിവസവും അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ട് എന്താവശ്യം? നമുക്കൊരു ആവശ്യം വരുമ്പോ അവർ സഹായിക്കൂ? ഇല്ല. ഞാൻ ആലോചിക്കുന്നത് അതല്ലമ്മേ, അവരുടെ ഭർത്താക്കന്മാർ എന്ത് വൃത്തിയേട്ടങ്ങളാണ്. ഇല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് ഞണ്ണുവോ? ഇവിടെ ചേട്ടനെങ്ങാനായിരിക്കണമായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഒന്നും ചേട്ടൻ ഉപയോഗിക്കാറില്ല. ചില സാധനങ്ങൾക്ക് നാണോ മാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എവിടെന്നെങ്കിലും കിട്ടണത് ആങ്കിട് കഴിക്കാന്ന് അങ്ങോട്ട് വിചാരിക്കും. നിന്റെ മാമനോട് ഞാനേ മരുമോന്റെ ജോലി സ്ഥലത്ത് ഒരു വാടക വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുരളി മാമൻ എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും നീ മരുമോനോട് സംസാരിക്ക്, എന്നിട്ട് വൈകിട്ട് വിളിക്ക്. എനിക്ക് കുടുംബശ്രീക്ക് പോണപ്പ. ശരി മോളെ. ശരി അമ്മേ. ആ അമ്മേ. മോള് തിരക്കിലാണോ? ഇല്ലമ്മേ. ഇന്നലെ വിരുന്നിന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോളെ? ആ, അത് നല്ലതായിരുന്നു അമ്മേ. ഇന്നലെ വന്നപ്പോ അവനോട് ചോദിക്കണം ഓർത്താണ്, പിന്നെ അങ്ങോട്ട് വിട്ടുപോയി. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ അമ്മേ? അമ്മ പറഞ്ഞു. അതെ, ഇന്നലെ അവൻ എന്നോട് പറഞ്ഞിരുന്നു മോക്ക് വീട് മാറി താമസിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. എന്താണ് മോളെ, ഇവിടെ നിന്ന് മതിയായ? ചേട്ടൻ അതെന്ന് അവിടെ പറഞ്ഞ? അത് ചേട്ടൻ ഇപ്പൊ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അമ്മേ. 1 മണിക്കൂറോളം അങ്ങോട്ടും 1 മണിക്കൂറോളം ഇങ്ങോട്ടും വേണ്ടേ? അലച്ചിലല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വാടക വീട് എടുത്ത് ജോലി സ്ഥലത്തിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരികയും ചെയ്യാലോ. അവന് ജോലി കിട്ടി അന്ന് മുതലേ അവൻ ഇതേപോലെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും അവന് ആ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ എത്ര താമസിച്ചാലും സ്വന്തം വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയല്ലേ മോളെ? അത് ശരിയാണ്. പക്ഷെ ചേട്ടൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഇത്ര നാളും അവൻ ഇവിടെ നിന്ന് പോയി വരിക തന്നെ ചെയ്യായിരുന്നില്ലേ. ഇപ്പം കല്യാണം കഴിഞ്ഞ പാടെ അവൻ ഇനിയിപ്പം ജോലി സ്ഥലത്തു നിന്നുള്ള വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മാറി താമസിച്ചാ നാട്ടുകാരെന്ത് പറയും മോളെ? ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ടില്ല മോളെ. മോള് തന്നെ ഇത് പറഞ്ഞാൽ മതി. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ തന്നെ അത് ചേട്ടൻ പറഞ്ഞോളൂ അച്ഛനോട്. അയ്യോ അത് വേണ്ട, അവനെ കൊണ്ട് പറയിപ്പിക്കണ്ട. അവൻ ചിലപ്പോൾ പറഞ്ഞാലേ പുള്ളിക്ക് ദേഷ്യം കയറും. BP ഉള്ള മനുഷ്യനല്ലേ. മോള് തഞ്ചത്തിലൊന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ഞാനോ? എന്നാ മോളെ അങ്ങോട്ട് വാ, അച്ഛനും മറത്തിരിക്കുന്നുണ്ട്. വാ. എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കണാണല്ല. എന്തെന്നാണ് ഇതിനെ മാത്രം ഇതിനകത്ത് ചിരിക്കാനുള്ളത്? എല്ലാ ദിവസവും ഇത് തന്നെയാണ് മോളെ. രാത്രി അതെ ഇതും കണ്ടുകൊണ്ട് ചിരിച്ചാണ് ഉറങ്ങണത്. എനിക്ക് പേടിയാവും ചിരി കേൾക്കുമ്പോ. അട്ടഹാസം അല്ലേ. ഇതിനും എന്ത് ചിരിക്കാനുള്ളത് ഇതിനകത്ത്? ഈ പൂച്ചയുടെ ഒരു കാര്യം നോക്കി മോളെ, എന്തൊരു കോമഡിയാണ്.
എടി ഇത് നല്ല രസമാടി, നിന്റെ ഫോണിലോട്ട് അയച്ചു തരാം, നീ ഒന്ന് കണ്ടോക്ക്. എനിക്ക് അയക്കാൻ നിൽക്കണ്ടട്ടാ. നിനക്ക് പിന്നെ സീരിയൽ കണ്ടാ മതിയല്ല. അച്ഛനാണല്ലോ. ഹലോ, എന്താച്ചാ? ആ, അത് കിട്ടുവച്ചാ. അന്ന് റീസ്റ്റോറിങ് ഫീച്ചേഴ്സ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തത്. ആ, ശരി ശരി. എന്താ മോളെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അതച്ചാ, 4 മാസം മുന്നേ അച്ചാമ്മക്ക് പാടില്ലാണ്ട് വന്നപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ 10 ലക്ഷം രൂപ കവറേജ് എടുത്തായിരുന്നു. ഇപ്പൊ അത് അച്ഛനും കൂടി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. അല്ല മോളെ, 10 ലക്ഷത്തിന്റെ കവറേജ് കഴിഞ്ഞെന്ന് പറഞ്ഞാ പിന്നെ ഈ വർഷം ഇനി ക്ലെയിം ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുവച്ചാ, ഞാൻ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ലക്ഷം ഫുൾ കവറേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വർഷം തന്നെ അത് വീണ്ടും കവറേജ് പഴയ പോലെ 10 ലക്ഷം തന്നെയായിട്ട് റീസ്റ്റോർ ആവും. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും നമുക്കൊരു നയാ പൈസ പോലും കൊടുക്കേണ്ടിയും വരില്ല. അപ്പൊ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇത് എവിടെ നിന്നാ എടുക്കുക? ഞാനും കുറെ നാളായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിക്കണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അവിടെ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കി 51-ലധികം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നമുക്ക് പറ്റി ഒരെണ്ണം എടുക്കാം. മാസം 400-500 രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്, 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ എടുത്ത 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ആഹാ, ഹെൽത്ത് ഇൻഷുറൻസിന് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ അറിഞ്ഞില്ല. എന്തായാലേ ഒരു പോളിസി അവനെ കൊണ്ട് നമുക്കൊന്ന് എടുപ്പിക്കണം. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചെലവ് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. കിടപ്പാടം വരെ വിൽക്കേണ്ടി വരും. പറഞ്ഞു കൊടുത്ത അബദ്ധായല്ലോ. ഇതും എന്റെ ചേട്ടന്റെ തലയിൽ തന്നെയാണല്ലോ എന്നത്. മോളെ, അവൻ എപ്പോ വരും എന്നാണ് പറഞ്ഞത്? അത് ചേട്ടൻ വന്ന സാധാരണ സമയം 6:45. അപ്പൊ ഏതോ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ചെലവുണ്ടെന്ന് അങ്ങനെ എന്തോ പറയാനായിട്ടല്ല. പാർട്ടിയോ? ഞാൻ അറിഞ്ഞില്ല അച്ഛാ. അത് മോൾ അറിഞ്ഞിട്ടില്ല ചേട്ടാ. ഇറങ്ങിന്നപ്പല്ലേ കൂട്ടുകാരൻ ഫോൺ വിളിച്ചത്. എന്നോട് ഇവളോട് പറഞ്ഞേക്കാനും പറഞ്ഞു. ഞാനും ആ കാര്യം മറന്ന്. ഓ, ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്നും അറിയുന്നില്ല. ഇവരൊക്കെ എല്ലാം അറിയുന്നുണ്ട്. നാളെ അവൻ ലീവല്ലേ, അപ്പൊ പിള്ളേരുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയാലോ എന്ന് വിചാരിക്കായിരുന്നു. അച്ഛാ, നാളെ എനിക്കൊന്ന് വീട്ടിൽ പോണമായിരുന്നു. അതിനെന്താ, മോള് രാവിലെ തന്നെ വിട്ടോ, അവൻ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കി തരും. അല്ല, ചേട്ടനെയും കൂട്ടി ചെല്ലാനാ അമ്മ പറഞ്ഞത്. കുടുംബക്ഷേത്രത്തിൽ പോവാനാണേ. എന്നാ പിന്നെ ഒരു പണി, വെളുപ്പിന് അങ്ങോട്ട് ഇറങ്ങിക്കോ. ഒരു 9 മണി കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചെത്തിയാ മതി. ആ, അത് നല്ല കാര്യമാണ് ചേട്ടാ. നമുക്കൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി ചേട്ടാ, പിള്ളേരുടെ അടുത്തേ. മതി. അല്ല അച്ഛാ, ഞങ്ങള് രാവിലെ പോയിട്ട് വൈകിട്ടാവുമ്പോ തിരിച്ചു വരാന്നാ വിചാരിച്ചത്. അതെങ്ങനെയാ മോളെ ശരിയാവുന്നത്? നമുക്ക് അവന് ലീവ് കിട്ടുമ്പോഴല്ലേ പിള്ളേരുടെ വീട്ടിലൊക്കെ ഒന്ന് പോവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓട്ടോ വിളിച്ചു പോണം. അത് അവൻ സമ്മതിക്കും തോന്നുന്നില്ല. ഇവിടെ കാറ് കിടക്കുമ്പോ എന്തിനാ ഓട്ടോ കാശെന്ന് അവൻ വിചാരിക്കും. മോക്ക് അടുത്ത ആഴ്ച പോയാ മതിയോ വീട്ടിലോട്ട്? പിള്ളേരെ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് അവര് വന്നു പോയിട്ട്. വില്ലേജ് കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ അച്ഛാ. അല്ല, ഞാൻ പറഞ്ഞത് കൊച്ചുമക്കളുടെ കാര്യമാണ് മോളെ. ഓ, നാളെ പോകുന്നുണ്ടെങ്കി നേരത്തെ പറയണ കേട്ടാ. വെളുപ്പിനെ എണീറ്റ് തൊടിയുന്ന സാധനങ്ങളൊക്കെ പറിക്കാല്ല. പിന്നെ 2 വാഴക്കൊല ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. പഴുത്താൻ നോക്കണം, ഇല്ലെങ്കിൽ ചന്ദനത്തിരി കുത്തി വെക്കണം. അതൊന്ന് എടുക്കാൻ ഓർമ്മിപ്പിക്കണേ ചേട്ടാ. മോളെ, നാളെ നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് ഒരു 9 മണി കഴിഞ്ഞ് ഒരു 9:30 ആയിക്കോട്ടെ, അപ്പേക്കും തിരിച്ചെത്തിയാ മതി. അല്ലെങ്കിൽ പിന്നെ പോവണ്ടെന്ന് വെക്കണം. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് 2 മാസം ആവാറായി അച്ഛാ. എല്ലാ മാസവും വീട്ടിൽ പോയി ഒപ്പിടണോ നല്ല നിർബന്ധം ഉണ്ടോ? ഇവളൊക്കെ കല്യാണം കഴിഞ്ഞ് വല്ല വിശേഷം വരണം അന്ന് അങ്ങോട്ട് പോണമെങ്കിൽ, അല്ലാണ്ട് ഇങ്ങനെ പോവാറില്ല. മോളെ അമ്മനെ കണ്ടു പഠിക്കണോട്ടോ. അമ്മയെ പോലെ അവനൊന്നും എനിക്ക് പറ്റില്ല അച്ഛാ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പെണ്ണുങ്ങളെ കിട്ടില്ല. മോളെ, അച്ഛനോടാണ് ഇങ്ങനെയൊക്കെ പറയണേ. അച്ഛനൊരു തമാശ പറഞ്ഞല്ലേ. ഞാനും തമാശ പറഞ്ഞാണമ്മേ. എന്നാ പിന്നെ ഞാൻ ഒരു വഴി പറയാം. മോക്ക് മോളുടെ വീട്ടിൽ പോകണം എന്നാണെങ്കിൽ ഒറ്റക്ക് പോയിട്ട് വാ. രാവിലെ അവൻ ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങോട്ട് ആക്കി തരും. വേണമെങ്കിൽ വൈകിട്ട് വിളിക്കാൻ വല്ലതും വരുമായിരിക്കും. നിങ്ങൾ ഓട്ടോക്ക് ഇങ്ങോട്ട് പോന്നാലും പോരെ അല്ലേ? വേണ്ട അച്ഛാ, പോവണ്ട, കുഴപ്പമില്ല. അതാണ് മോളെ നല്ല കാര്യം, നല്ല തീരുമാനം. നമുക്ക് ചേച്ചിമാരുടെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോയി കണ്ട് പിള്ളേരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരാം. അതല്ലേ വലിയ സന്തോഷം. ചേട്ടാ, ഇളയവൾക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയണുണ്ടായിരുന്നു. എപ്പോ? എന്നോട് പറഞ്ഞില്ലല്ലോ അവള്. അത് അവനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞത്. അവര് തമ്മിൽ നല്ല കൂട്ടാണല്ല. അവനെ വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അവൻ ഇറങ്ങി നിന്നപ്പോ ഓർത്തപ്പ എന്നോട് പറഞ്ഞതാ. എത്രയാണ് അവള് ചോദിച്ചത്?
4000 വേണമെന്നങ്ങാണ്ടോ പറഞ്ഞത്, ചിട്ടിക്കാശ് അടക്കാനാണേ. അമ്മേ, ഞാനൊരു കാര്യം പറയണോണ്ട് അമ്മ ഒന്നും തോന്നരുത്. ഇളയ ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലല്ലേ, എന്നിട്ടും പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? മോളെ, പൈസ കൊടുത്താലേ അവള് തിരിച്ചു തരും. അത് അവന്റെ പൈസ വരാൻ കുറച്ച് സമയം ഡിലേ ആവുമ്പോ ഇവളിങ്ങനെ മേടിക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് അവൾ കൊണ്ട് തരാറുണ്ട്. അത് ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി പൈസ കൊണ്ട് തന്നപ്പോ അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പൊ ആ പൈസ കയ്യിലിരിക്കട്ടെ, ആവശ്യം വരുമ്പോ ചോദിക്കാന്ന്. ആ പൈസക്ക് അന്നേരം ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ അവളോട് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ആവശ്യം വരികയാണെങ്കിൽ അവള് തരും. തരും. ഞാനൊരുപാട് കണ്ടതാ ഇത്. മോളെന്താണ് മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുന്ന പോലെ? ഇവിടെ എന്റെ പൈസ, നിന്റെ പൈസ, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ പൈസ. അവർക്കൊരാവശ്യം വരുമ്പോ നമ്മളല്ലേ സഹായിക്കേണ്ടത്. അതെ മോളെ, അവർക്ക് ആകെ ചോദിക്കാൻ ഒരു ആങ്ങളയല്ലേ ഉള്ളൂ. അപ്പൊ അവനോടല്ലേ ചോദിക്കേണ്ടത്. ഇതിപ്പോ മോൾ അധികം കാലമായിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ട്. അതാണ് മോക്ക് മനസ്സിലാവാത്തത്. കുറച്ചു കാലമൊക്കെ കഴിയുമ്പോ മനസ്സിലായിക്കോളും. ഇതൊന്നും മനസ്സിലാക്കാൻ അത്ര കുറെ കാലങ്ങളൊന്നും ജീവിക്കണ്ടമ്മേ. കുറച്ചാള് മതി. പിന്നെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവന്റെ കഷ്ടപ്പാടിന്റെ കാര്യമൊന്നും മോള് പറയണ്ട. അത്ര കഷ്ടപ്പാടൊക്കെ ചിന്തിക്കണോളായിരുന്നെങ്കിലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായില്ലേ, ഒരു ജോലിയൊക്കെ നോക്കായിരുന്നു. ഈ 6 മാസം കൊണ്ട് നിനക്കത് പറ്റിയില്ല, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ചേട്ടാ മതി, നിർത്ത്, BP കൂടും. പതുക്കെ. അല്ല, കാര്യം പറയണമല്ലോ. അച്ഛൻ ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയണല്ല. ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എല്ലാ മാസവും പെങ്ങന്മാർക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആരാണ് പറഞ്ഞത് എല്ലാ മാസവും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമെന്ന്? അവരെ കാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലാതെ എല്ലാ മാസവും കറക്റ്റായിട്ടൊന്നും കൊണ്ടു കൊടുക്കാറില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായി. ഈ 6 മാസവും അങ്ങോട്ട് കൊണ്ടുപോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. മോളെ മതി, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട. അച്ഛന് BP ഉള്ളതാണ്. അല്ലമ്മേ, ഇത് സംസാരിച്ച് തീർക്കേണ്ട കാര്യം തന്നെയല്ലേ? ഇത്ര നാള് ഈ വീട്ടിലെ എന്റെ നിന്റെ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. എടി, ഇനി മുതലേ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കണേന്റെ കണക്കും കൂടി ഒന്ന് എഴുതി വെച്ചേക്കിട്ടാ. ചിലപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും. അച്ഛൻ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കണത് നമ്മൾ 4 പേര് കഴിയുന്നുണ്ട്. പിന്നെ അതിന് എല്ലാ മാസവും പെങ്ങന്മാർക്കും കൂടി ഒരു വിഹിതം കൂടെ എത്തിക്കണം എന്ന് വെച്ചാൽ ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കഴിക്കണേന് കണക്ക് പറഞ്ഞതല്ല. മോളെ, മോക്ക് വാടക വീട്ടിലോട്ട് മാറി താമസിക്കണമെങ്കിൽ അയക്കോ, കുഴപ്പമില്ല. അതിന് ഇതുപോലെ തല്ലുപിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? വാടക വീടോ? എന്താ ഭവൻ ഈ പറയണത്? അത് ചേട്ടാ, ഇന്നലെ അവൻ എന്നോട് പറഞ്ഞിരുന്നു മോക്ക് വാടക വീട്ടിലോട്ട് മാറി താമസിക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്നേ. ഓഹോ, അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് ഇതെല്ലാം അല്ലേ? അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഞാൻ വാടക വീട്ടിലോട്ട് മാറാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല. ചേട്ടൻ എല്ലാ ദിവസവും ഓരോ മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താണ് വന്നത്. അലച്ചില് കണ്ടിട്ട് വയ്യാത്തോണ്ട് പറഞ്ഞതാ. കല്യാണത്തിന് മുന്നും അവൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ജോലിക്ക് പോയിരുന്നത്. ഇന്നലെ അവന്റെ സംസാരം കേട്ട് എനിക്ക് വല്ലാത്ത വിഷമായി. അവന് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. പിന്നെ പെങ്ങന്മാർക്ക് കൊടുക്കണ ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് മോക്ക് വേണ്ടി നിർത്താ, അല്ലേ ചേട്ടാ? നിർത്ത വേണമെങ്കിൽ. അതിനിപ്പൊ നിങ്ങള് ഇവിടെ നിന്ന് വാടക വീട്ടിലോട്ട് മാറേണ്ട ആവശ്യമുണ്ടോ മോളെ? ഇനിയിപ്പൊ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോ സൂക്ഷിക്കണം. ചോദിക്കാനും പറയാനൊക്കെ ഒരാളായല്ലോ. അയ്യോ ചേട്ടാ, BP കൂടൂന്നേ. ആടി, ഞാൻ മിണ്ടാതിരിക്കാം, വയസ്സായില്ലേ. ഇനി മിണ്ടാതെ എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരുന്നോളാം ഞാൻ. മോളെ, എനിക്ക് അവനൊരു ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ വല്ലാത്ത വിഷമമാണ്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. വാടക വീടാ, എന്താന്ന് വെച്ചാൽ എടുത്ത് മാർക്കും. പിന്നെ അതിനുശേഷം ഇവിടത്തെ ചെലവും കൂടി നോക്കണ്ട. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞാൻ വല്ല സെക്യൂരിറ്റി ഗാർഡായിട്ടാ, അല്ലെങ്കിൽ വല്ല ഓട്ടോ ഓടിക്കാനാ, അങ്ങനെ എന്തെങ്കിലും പോവാ. ഇനി അങ്ങനെയൊക്കെ തള്ളി ഞങ്ങൾ നീക്കിക്കോളാം. ചേട്ടാ വിഷമിക്കല്ലേ ചേട്ടാ, പറ മോളെ. മോള് ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോ എന്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കണ്ടത്. ഇപ്പൊ മനസ്സിലായി സ്വന്തം മോളും മരുമോളും തമ്മിലുള്ള വ്യത്യാസം. എന്തിനാ മോളെ സ്വന്തം പെൺമക്കളെക്കാളും മോളെ സ്നേഹിക്കണ ഈ അച്ഛനെയും അമ്മനെയും വിഷമിപ്പിക്കണ?
വേണ്ട ഭവാനി, നീ ആയിട്ടൊന്നും പറയണ്ട. എത്രയൊക്കെ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്രായമാവണം, എന്നാലേ ഇവർക്കത് മനസ്സിലാവുള്ളൂ. ഇനി ഒരു സംസാരം വേണ്ട. അവൻ വരുമ്പോ മോള് തന്നെ പറഞ്ഞു വേറെ നല്ല വാടക വീട് നോക്കാൻ. പിന്നെ മാസത്തില് മക്കളുടെ വീട്ടിൽ പോകുന്ന കാര്യവും ഇനി മുതൽ മോക്ക് വേണ്ടി നമുക്ക് വേണ്ടെന്ന് നോക്കാം, അല്ലേ ഭവാനി? സോറി അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞങ്ങക്ക് വാടക വീട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ തന്നെ നിന്നോളാം. അച്ഛൻ ഇങ്ങനെ ഒന്നും പറയല്ലേ. പിന്നെ ചേച്ചിമാർക്ക് എല്ലാ മാസവും കൊണ്ടേ കൊടുക്കുന്ന കാര്യം അത് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു, കുഴപ്പമില്ല. മോക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മതി കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കൂല. നല്ല മനസ്സോടുകൂടി തന്നെ അച്ഛ പറയണേ. ഞാനല്ലെങ്കിലും പറയാറില്ലേ ചേട്ടാ, ഈ കൊച്ചൊരു പാവോണെന്ന്. ഇതുപോലൊരു മരുമോളെ കിട്ടിയത് തന്നെയാ നമ്മുടെ ഭാഗ്യം. അതെ അതെ. ഹലോ. മോളെ, നല്ലൊരു വീട് റെഡി ആയിട്ടുണ്ടെന്ന് മുരളി മാമൻ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അവൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. വേണ്ടമ്മേ, വാടക വീടൊന്നും വേണ്ട. അതെന്താണ് മോളെ അങ്ങനെ പറഞ്ഞത്? കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ നീ ഓക്കെ ആയിരുന്നല്ലോ. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ച്? ഞാനിവിടെ അച്ഛനോടും അമ്മനോടൊക്കെ സംസാരിച്ചമ്മേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെത്ര പാവമാണെന്ന്. അവരെ വിട്ട് ഇവിടുന്ന് പോണത് ശരിയാവില്ലമ്മേ. പിന്നെ ചേട്ടനും സമ്മതമില്ലെന്നാ തോന്നണേ. വാടക വീട്ടിലോട്ട് പോവാൻ സമ്മതമായിരുന്നെങ്കിൽ ചേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞേനെ. ഓ എടി മണ്ടിക്കാളി, അതൊക്കെ അവരുടെ അഭിനയമല്ലേ. നീ ഇത്ര പാവമായി പോയല്ല. അതൊന്നും അവരുടെ അഭിനയമല്ല അമ്മേ. ഞാൻ വാടക വീട്ടിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം എതിർത്തെങ്കിലും രണ്ടാമത് സമ്മതിക്കുകയും ചെയ്ത്. പിന്നെ ചേച്ചിമാർക്ക് എല്ലാ മാസവും കൊടുക്കുന്നത് വേണ്ടാന്ന് വെക്കാമെന്ന് വരെയും പറഞ്ഞ്. അതും എൻ്റെ ഒറ്റ വാക്കുകൊണ്ട് മാത്രം. ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന അമ്മനെ അച്ഛനെയും വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അമ്മേ. അതുകൊണ്ട് വാടക വീട് വേണ്ടെന്ന് മാമനെ വിളിച്ച് അമ്മേനെ പറഞ്ഞു. നിന്നെയൊക്കെ ഞാൻ എന്തുവാടി ചെയ്യേണ്ടത്? നീയൊക്കെ അനുഭവിച്ചാലേ പഠിക്കൂ. എല്ലാ ദിവസവും എന്നെ വിളിച്ച് ശപിക്കണമെന്ന് നിർബന്ധമല്ലോണ്ട് അമ്മക്ക്. അമ്മ ഫോൺ വെച്ചോ. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ജന്മായി പോയല്ലോ ഇവള്. ചേട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവളുടെ തള്ളയാണ് എല്ലാത്തിനും സ്ക്രൂജി കയറ്റി കൊടുക്കണതെന്ന്. അതെ, തള്ളനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവരാദ്യം കണ്ടപാടെ എനിക്ക് മനസ്സിലായി പുറത്തുനിന്ന് കുത്തണ സൈസ് സ്വഭാവമുള്ളവളാണെന്ന്. ചേട്ടാ, ഇന്നലെ വന്നവൻ എന്നോട് വാടക വീടിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇവളുടെ തലയിൽ ഇത്രയും വലിയ ബുദ്ധിയൊന്നും ഉദിക്കൂല, അവളുടെ തള്ളടെ ഇരിക്കുമെന്ന്. ഇന്നലെ അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവൻ പാതി സമ്മതത്തിൽ നിൽക്കണെന്ന്. അതാണ് രാവിലെ അവൻ പോയ ഉടനെ തന്നെ ഞാൻ അവളോട് സംസാരിച്ചത്. നീ ഇന്നലെ തന്നെ എന്നോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു നന്നായി. ഇല്ലെങ്കിൽ മരുമോളൊന്ന് ചോദിക്കുമ്പോ ഞാൻ വിട്ടുപോയേനെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേട്ടാ, അവളൊരു മണ്ടി തന്നെയാണ്. ചേട്ടനും ഞാനും കൂടി ഒന്ന് ഇത്തിരി വിഷമിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവളുടെ അഭിപ്രായമൊക്കെ അങ്ങോട്ട് മാറ്റി വാടക വീടേ വേണ്ടെന്നായി. അതെ അതെ, എന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ വല്ല ജോലിക്ക് ഞാൻ പോയിക്കോളാം, സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാനോ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു? അതിലല്ലേ അവള് തീരുമാനം തന്നെ മാറ്റിയത്. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുണ്ടെന്ന് നീയല്ലേ എപ്പോഴും പറയാറ്. ഇന്നത്തെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടനൊരു പുലി തന്നെ. ഹലോ, വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി പറയട്ടെ. ഇന്ത്യയിലെ 51ഓളം ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.